ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇറിഗേഷൻ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ദിസ് ഈസ് എ പാർട്ട് 4. An irrigation canal which is designed to irrigate all round the year may be called as. വർഷത്തിലെ എല്ലാ സമയവും ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കനാൽ ഈസ് കോൾഡ് ആസ് പെരിനിയൽ കനാൽസ്. ദ ഫേമസ് ആർച്ച് ഡാം ഇൻ ഇന്ത്യ, ഇടുക്കി. കോർ വാട്ടറിംഗ് ഈസ്, കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടറിംഗ് ആണ്. ഇനിഷ്യൽ ഒരു മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള വാട്ടറിംഗ്, അല്ലെങ്കിൽ 2 to 5 സെൻറ്റിമീറ്റർ വരെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതിൽ ആവശ്യമായിട്ടുള്ള വാട്ടറിംഗ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വാട്ടറിംഗ്. ഹെഡ് വർക്ക്സ് ഈസ് പ്രൊവൈഡഡ് ഇൻ, ഹെഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പെർമനൻറ്റ് കനാലിലാണ്. ഇനുണ്ടേഷൻ കനാലിൽ ഹെഡ് വർക്ക്സുകൾ ആവശ്യമില്ല, കാരണം ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഇനുണ്ടേഷൻ കനാലിൽ വാട്ടർ തന്നെ അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് അവിടെ ഹെഡ് വർക്ക്സിൻ്റെ കാര്യം ഇല്ല. പെർമനൻറ്റ് കനാലിലാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സും സ്റ്റോറേജ് ഹെഡ് വർക്ക്സും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. ലൈനിങ് ഓഫ് എ കനാൽ ഈസ് ഡൺ ടു കൺട്രോൾ, ലൈനിങ് കൺട്രോൾ ചെയ്യുന്നത് വാട്ടർ സീപ്പ് ചെയ്ത് സോയിലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഓവർ ഇറിഗേഷൻ റിസൾട്ടിൻ, ഓവർ ഇറിഗേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമാണ് വാട്ടർ ലോഗിങ്, വിൽറ്റിങ്, ഇൻഫെർട്ടിലിറ്റി. അതെല്ലാം വാട്ടർ ലോഗിങ്ങിൻ്റെ പിന്നീടുള്ള റിസൾട്ടാണ്. Next question, a channel which is designed to irrigate during only part of the year. ഇയറിൻ്റെ ഒരു പാർട്ടിൽ മാത്രം ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കനാൽസിനെ പറയുന്നത് നോൺ പെരിനിയൽ കനാൽസ്. ദ ക്രോപ്പ് വിച്ച് ആർ ഗ്രോൺ വിതൗട്ട് ഇറിഗേഷൻ വാട്ടർ ഈസ് നോൺ ആസ് ഡ്രൈ ക്രോപ്പ്. എ സ്ട്രക്ചർ വിച്ച് ടേക്സ് ഔട്ട് സിൽറ്റ് ഫ്രം എ കനാൽ, ഈ കനാലിൽ നിന്നും സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിൽറ്റ് എജക്ടേഴ്സ് അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടേഴ്സ് എന്ന് പറയും. Heading up of water is affected by gate alone is called. Answer is barrage. ബാരേജ് പറഞ്ഞപ്പോൾ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞതാണ്. ബാരേജ് എന്ന് പറയുന്നത് ക്രസ്റ്റ് ലെവൽ ലോയും അതുപോലെ ലാർജ് ഗേറ്റ്സും ഉള്ള സ്ട്രക്ചറാണ് ബാരേജ്. അതുകൊണ്ട് വാട്ടർ ലെവലിനെ മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ്സ് മാത്രമാണ്. സോ ബാരേജ് ഈസ് ദ ആൻസർ. പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ എ ഡാം മെറ്റീരിയൽ ഈസ് 3 Newton per meter square. Density of the water is 1000 kg per meter cube. Specific gravity of the material is 2.4. What is the limiting height of low gravity dam? ഇത് ഡിസൈൻ ഓഫ് ഗ്രാവിറ്റി ഡാമിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ലോ ഗ്രാവിറ്റി ഡാം, അല്ലെങ്കിൽ മാക്സിമം എത്ര ഹൈറ്റ് വരെ ആവാം. ഹൈറ്റ് H is equal to F divided by gamma W into SC minus C plus 1 ആണ്. F എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇവിടെ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ ദി ഡാം മെറ്റീരിയൽ ആണ്. ഗാമ W സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ. SC എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. C ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് അപ്ലിഫ്റ്റ്. ഈ ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് അപ്ലിഫ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് 1 ഇതാണ് ലിമിറ്റിംഗ് ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് ഓഫ് ലോ ഗ്രാവിറ്റി ഡാമിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് H is equal to കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ ദ മെറ്റീരിയൽ ഈസ് 3 divided by 1000 into G is 2.4. കോഎഫിഷ്യൻ്റ് ഓഫ് അപ്ലിഫ്റ്റ് C തന്നിട്ടില്ല, പ്ലസ് 1. ആൻസർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 88 മീറ്ററാണ് ആൻസർ കിട്ടുന്നത്. ദ ഇറിഗേഷൻ ഇൻ വിച്ച് ദർ ഇസ് നോ ഇറിഗേഷൻ ഹെഡ് വർക്ക്സ് അക്രോസ് ദ റിവർ ടു കൺട്രോൾ ദ വാട്ടർ ലെവൽ. ഇറിഗേഷൻ ഹെഡ് വർക്ക്സ് ഒന്നും ഇല്ലാത്ത ഏത് ഇറിഗേഷനാണ്? ഇനുണ്ടേഷൻ ഇറിഗേഷനാണ്. ഇനുണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ ഫ്ലഡ് സമയത്ത് മാത്രമേ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഹെഡ് വർക്ക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗാർനറ്റ് ഡയഗ്രാം ഫോർ ദ ഡിസൈൻ ഓഫ് ദ ഇറിഗേഷൻ ചാനൽ ഈസ് ബേസ്ഡ് ഓൺ. ഗാർനറ്റ് ഡയഗ്രാം നമ്മൾ കണ്ടതാണ്. കെനഡീസ് തിയറിയുടെ ഗ്രാഫിക്കൽ സൊല്യൂഷനാണ് ഗാർനറ്റ് ഡയഗ്രാം. അപ്പോൾ ഓപ്ഷനിൽ കെനഡീസ് തിയറി ആൻഡ് കുട്ടേഴ്സ് ഫോർമുല ആൻഡ് കെനഡീസ് തിയറി ആൻഡ് മാനിങ്സ് ഫോർമുല തന്നിട്ടുണ്ട്. നമുക്കറിയാം കെനഡീസ് തിയറിയിൽ അദ്ദേഹം കുട്ടേഴ്സ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇക്വേഷനുകളെല്ലാം ഫോളോ ചെയ്തിരിക്കുന്നത്. സോ കെനഡീസ് തിയറി ആൻഡ് കുട്ടേഴ്സ് ഫോർമുലയാണ് കറക്റ്റ് ആൻസർ.
ആരെങ്കിലും ഡിസൈനിങ് ഓഫ് ലൈൻഡ് ആൻഡ് അൺലൈൻഡ് ചാനൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അതിനകത്ത് പറയുന്നുണ്ട് ഗാർണറ്റ് ഡയഗ്രത്തിനൊക്കെ പറ്റിയിട്ട്. സ്പേസിംഗ് ഓഫ് ദ ടൈൽ ഡ്രെയിൻ ടു റിലീവ് ലോഗ്ഡ് ലാൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. നമ്മൾ വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയയിൽ എക്സസ് വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ടൈൽ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീഡിയോസിലൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്ക് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാം. സ്പേസിങ് ഓഫ് ദ ടൈൽ ഡ്രെയിൻസിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് ആൻസർ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് ദി soil to be drained ആണ്. A channel is designed by Lacey's theory has a mean velocity of 1 meter per second. The silt factor is UDT. The hydraulic mean radius will be. Lacey's theoryയിൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. R = 5/2 v² ഡിവൈഡഡ് ബൈ എഫ് ആണ്. സോ R എന്ന് പറയുന്നത് 5/2 1² ഡിവൈഡഡ് ബൈ 1 ആണ്. സോ ദ ആൻസർ ഇസ് 2.5. അപ്പോൾ ലൈസീസ് തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ലൈസീസ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഈ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അദ്ദേഹം തന്നെ കൊടുത്ത ഒരു എംപിരിക്കൽ ഫോമിനാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ ഇക്വേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു വാട്ടർ ലോഗിങ്? വാട്ടർ ലോഗിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് ഇൻആഡിക്വേറ്റ് ഡ്രെയിനേജ്, അത് ഒരു കാരണമാണ്. അടുത്തത് സീപ്പേജ് ഫ്രം ദ അൺലൈൻഡ് കനാൽ, അതും വേണമെങ്കിൽ കാരണം ആവാം. കനാലിൽ നിന്നും എക്സസ് വാട്ടർ സീപ്പ് ചെയ്ത് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡിങ് ഉണ്ടാകുന്നത്, അത് കാരണമാണ്. എക്സസീവ് ടാപ്പിംഗ് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ, എക്സസീവ് ടാപ്പിംഗ് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ ആണ് കറക്റ്റ് ആൻസർ. എ ലാൻഡ് ഈസ് നോൺ ആസ് വാട്ടർ, ഇവിടെ വാട്ടർ ലോഗ്ഡ് എന്നുണ്ട്. വാട്ടർ ലോഗ്ഡ് വെൻ pH is of the soil reaches 8.5. The root zone has high salinity. The soil pores in the root zone are saturated with water. Actual answer എന്ന് പറഞ്ഞാൽ റൂട്ട് സോൺ വാട്ടർ കൊണ്ടിട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റൂട്ട് സോൺ അല്ലെങ്കിൽ റൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിൻ്റെ പാർട്ടോ ഫുള്ളി സബ്മർജ്ഡ് ഇൻ വാട്ടർ ആയിരിക്കുന്ന സമയത്താണ് വാട്ടർ ലോഗ്ഡ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നത്. അതുപോലെ pH ഇൻക്രീസ് ചെയ്യുക, സാലിനിറ്റി ഇൻക്രീസ് ചെയ്യുക, സർഫസിൽ വാട്ടർ കെട്ടിക്കിടക്കുക, ഇതെല്ലാം വാട്ടർ ലോഗിങ്ങിൻ്റെ എഫക്റ്റുകളാണ് ഈ പറയുന്നത്. ഒറിജിനൽ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് സോൺ ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ആയിരിക്കുന്ന സമയത്താണ് വാട്ടർ ലോഗിങ് നടന്നതെന്ന് പറയുന്നത്. ഗ്രാവിറ്റി ഡാംസ് ആർ ആർച്ച് ഡാം, ഡൈവേർഷൻ ഡാം, ചെക്ക് ഡാം, റിജിഡ് ഡാം. ഗ്രാവിറ്റി ഡാംസ് ആർ റിജിഡ് ഡാംസ് ആണ്. അത് മെഷീനറി കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡാംസ് ആണ്. അതുകൊണ്ട് റിജിഡ് ഡാംസ് എന്ന് പറയുന്നു. നോൺ റിജിഡ് ഡാംസ് എന്ന് പറയുന്നത് എർത്ത് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട്, സോയിലൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നോൺ റിജിഡ് ഡാമുകൾ. റിവർ ഫോംസ് മിയാൻഡർ ഫോം ചെയ്യുന്ന അലൂവിയൽ സ്റ്റേജിലാണ് റിവർ മിയാൻഡർ ഫോം ചെയ്യുന്നത്. എ റിവർ ഡ്രെയിനിങ് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു ദ റിവർ ഫ്ലോ എക്സ്റ്റെൻഡ് ഫ്രം ബാങ്ക് ടു റിവർ. ആൻസർ ഇസ് ഗ്രിയോൺസ്. ഗ്രിയോൺസ് നമ്മൾ പറഞ്ഞിട്ടില്ല. മിയാൻഡറിങ് ഇനി ഇറിഗേഷൻ സബ്ജക്റ്റിൽ നമ്മുടെ ചാനലിൽ ചെയ്യാനുള്ള വീഡിയോ എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാമിൻ്റെ ഡിസൈന്, അതുപോലെ ബ്ലിങ്സ് തിയറി, അതൊക്കെ വരുന്ന ഒരു പോർഷൻ. അത് എയ്ക്കൊക്കെ ചോദിക്കുന്നതായിരുന്നുകൊണ്ടാണ് ഇതുവരെ അത് കവർ ചെയ്യാതിരുന്നത്. പിന്നീട് ഉള്ളത് റിവർ ട്രെയിനിങ് വർക്ക്സ്, മിയാൻഡറിങ്. അപ്പോഴേക്കും നമ്മുടെ ഇറിഗേഷൻ സബ്ജക്റ്റ് ഫുൾ കഴിയുന്നതായിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്രിയോൺസ് ആണ്. ഗ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ഇത് റിവർ ആണെങ്കിൽ ഇത് ലാൻഡാണ്. ഇവിടെ റിവർ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും റിവറിലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന റിവർ ട്രെയിനിങ് സ്ട്രക്ചേഴ്സ്, അതായത് റിവറിൻ്റെ ഫ്ലോയെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഇസ് കോൾഡ് ആസ് ഗ്രിയോൺസ്. റേഷ്യോ ഓഫ് ആനുവൽ പ്രോഫിറ്റ് ടു ദ ആനുവൽ കോസ്റ്റ് ഇൻ ദ ഇറിഗേഷൻ പ്രോജക്റ്റ് ഈസ് കോൾഡ് ആസ്. നമ്മൾ ഇറിഗേഷൻ പ്രോജക്റ്റിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് എക്കണോമിക്കലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. അതാണ് B/C
റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അത് അനലൈസ് ചെയ്യുക. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിട്ട്, അതായത് ബെനിഫിറ്റ് എപ്പോഴും കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം. ബെനിഫിറ്റിൽ വരുന്നതെന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ബെനിഫിറ്റിൽ വരുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതൊക്കെ. അപ്പോൾ ബെനിഫിറ്റ് ബൈ കോസ്റ്റ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് എക്കണോമിക്കലാണെന്ന് പറയാൻ പറ്റും. Maximum distance between the surface of the soil from which the particular crop derives water for the use and develops its root system is called as. റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അതിന് വേണ്ട ആവശ്യത്തിനുള്ള വാട്ടർ എടുക്കുന്ന ഒരു പ്ലാന്റ് എടുക്കുന്ന മാക്സിമം ഡിസ്റ്റൻസിനെ പറയുന്നത് റൂട്ട്സ് ഓൺ ഡെപ്ത് എന്നാണ്. The ratio of number of days the canal has actually run to the number of days the irrigation period is called as, that is a time factor. Capacity factor എന്ന് പറയുന്നത് average discharge from the canal divided by maximum discharge from the canal or reservoir ആണ്. ക്യുമെക് ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ 1 ക്യുമെക് വാട്ടർ ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര വോളിയം ഓഫ് വാട്ടർ ഫീൽഡിൽ എത്തി, അതിനെ പറയുന്ന പേരാണ് ക്യുമെക് ഡേ. പാലിയോ ഇറിഗേഷൻ നമുക്കറിയാം, ഇനിഷ്യലി നമ്മൾ സോയിങ്ങിന് മുന്നേ, സീഡ് സോയിൽ ചെയ്യുന്നതിന് മുന്നേ സോയിലിൽ അപ്ലൈ ചെയ്യുന്ന വാട്ടർ. ഐഡൻറ്റിഫൈ ദ റാബി ക്രോപ്സ് ഇൻ ദ ഫോളോയിങ്. റാബി ക്രോപ്സ് ഇതിനകത്ത് ഏതാണ്? നമുക്കറിയാം റൈസ്, ഇറ്റ് ഇസ് കാരിഫ് ക്രോപ്പ്, ഗ്രൗണ്ട് നട്ട് കാരിഫ് ക്രോപ്പാണ്, മെയ്സും കാരിഫ് ക്രോപ്പാണ്. ദ ആൻസർ ഇസ് ബാർലി. വേറെ റാബി ക്രോപ്സ് ആർ വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്, പീസ്, പൊട്ടറ്റോ, പൾസസ്, ബാർലി, ലിൻസീഡ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് റാബി ക്രോപ്സ്. ബോറോ പിറ്റ്സ് ഷുഡ് ബി പ്രിഫറബിളി ബി ലൊക്കേറ്റഡ് ഇൻ. ബോറോ പിറ്റ്സ് എന്ന് പറയുന്നത് കനാൽ ക്രോസ് സെക്ഷൻ പറഞ്ഞതായിരുന്നു. കനാലിൻ്റെ ബാങ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംബാങ്ക്മെൻ്റ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ആയിട്ട് നമുക്ക് സോയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ കുഴിക്കുന്ന കുഴികളെ പറയുന്ന പേരാണ്, സോയിൽ കിട്ടാൻ വേണ്ടി കുഴിക്കുന്ന കുഴികളെ പറയുന്ന പേരാണ് ബോറോ പിറ്റ്സ്. ബോറോ പിറ്റ്സ് യൂഷ്വലി ഹാഫ് വിഡ്ത്ത് ഓഫ് ദ സെക്ഷൻ ഓഫ് ദ കനാലിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലാൻഡ് ദാറ്റ് ഗെറ്റ് ഇറിഗേറ്റഡ് ഫ്രം വാട്ടർ സോഴ്സ് ഈസ് കാൾഡ് ആസ്, ഇറ്റ് ഈസ് ദി അയാക്കട്ട്. ഒരു വാട്ടർ സോഴ്സ് കൊണ്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡിനെ പറയുന്നത് അയാക്കട്ട് എന്നാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.